കമ്പനിക്കകത്ത് എത്തിയപ്പോഴത്തേക്കും സമയം ഏകദേശം ഉച്ച 1 മണി കഴിഞ്ഞു. 100 കണക്കിന് ബൾക്കറും ലോറികളുമാണ് ഇവിടെ സിമന്റ് എടുക്കാനായിട്ട് വന്ന് പാർക്കിങ്ങിൽ കിടക്കുന്നത്. പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കിയ ശേഷം നമ്മൾ നേരെ രസീത് വാങ്ങാനായിട്ട് ഓഫീസിലോട്ടാണ് പോകുന്നത്. പാർക്കിംഗ് അടുത്തുള്ള ചായക്കടയിൽ നിന്ന് അണ്ണൻ ഒരു ചായയും വടയും, ഞാനൊരു പനീർ സോഡയും വടയും കഴിച്ചു. പനീർ സോഡ ഞാൻ ആദ്യമായിട്ടാണ് കുടിച്ചത്. പനിനീരിന്റെ മണവും നല്ല മധുരവും ഉണ്ടായിരുന്നു പനീർ സോഡയ്ക്ക്. ഇനി ലോഡ് എടുക്കാനുള്ള രസീത് വാങ്ങാനായിട്ട് ഓഫീസിലോട്ടാണ് പോകുന്നത്. കമ്പനിക്ക് പുറത്ത് പാർക്കിംഗ് ഏരിയയിലാണ് ഈ ഓഫീസ് ഉള്ളത്. കമ്പനിക്കകത്തോട്ട് സിമന്റ് എടുക്കാൻ ഒരു ലോറിക്കൊപ്പം ഒരു ഡ്രൈവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ലോഡ് എടുക്കാനുള്ള രസീതും വാങ്ങിക്കൊണ്ട് സിമന്റ് എടുക്കാനായിട്ട് കമ്പനിക്കകത്തോട്ട് പോകുന്നത് ഇനി വരുണണ്ണൻ മാത്രമാണ്. അതുവരെ പുറത്ത് ഡ്രൈവേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു വിശ്രമ മുറിയിലോട്ട് ഞാൻ കയറി. എല്ലാവരും കിടക്കുന്ന പോലെ ഒരു വശത്തെ പായും പിടിച്ച് ഞാനും കിടന്നു. ഉച്ച കഴിഞ്ഞ സമയം 3 മണി കഴിഞ്ഞ് സിമന്റ് എടുക്കാനായിട്ട് അകത്തോട്ട് കയറിയ നമ്മുടെ വണ്ടി രാത്രി 9 മണി കഴിഞ്ഞാണ് സിമന്റ് ലോഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നത്. സിമന്റ് ലോഡ് കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയ ആദ്യത്തെ പരിപാടി പായിടലാണ്. പായിടാനായിട്ട് ഇവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട്. ഒരു വണ്ടി പായിട്ട് മൂടിക്കെട്ടാനായിട്ട് ഏകദേശം 150 രൂപയാണ് ഇവർ കൂലിയായിട്ട് വാങ്ങുന്നത്. ലോഡ് എടുത്ത് ബില്ലും വാങ്ങി പായും കെട്ടി നമ്മൾ സിമന്റ് ഫാക്ടറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ ഈ ലോഡ് ഇറക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നെടുമങ്ങാടുള്ള ചെട്ടിനാട് സിമന്റ് ഗോഡൌണിലോട്ടാണ്. ചെട്ടിനാട് സിമന്റ് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആദ്യം നോക്കിയത് ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു ഹോട്ടലാണ്. ആദ്യം കണ്ട ഹോട്ടലിൽ കയറി തന്നെ നല്ല ചൂട് ചിക്കൻ റൈസ് കഴിച്ചു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ക്വാണ്ടിറ്റി കുറച്ച് കുറവായിട്ട് തോന്നി. ഫുഡ് കഴിച്ച ശേഷം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മുടെ നാട്ടിലോട്ട് യാത്ര തുടങ്ങി. 4-5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം വെളുപ്പിന് 3 മണിക്ക് രാജപാളയത്ത് എത്തിയ ശേഷമാണ് നമ്മൾ ഉറങ്ങാനായിട്ട് കിടന്നത്. നേരം വെളുത്ത ശേഷം 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ എണീക്കുകയും ചെയ്തു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ വീണ്ടും തുടങ്ങിയെടുത്ത് എത്തിയിരിക്കണം രാജപാളയം. രാജപാളയം എത്താൻ പോണേ ഉള്ളു. രാജപാളയം കയറി നമ്മള് 2-3 തവണ ഒന്ന് പാളി. പക്ഷെ അവിടെ ഒതുങ്ങ ഉറങ്ങാൻ നമുക്ക് പറ്റത്തില്ല. ഉസലാംപട്ടി റോഡിലെ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എഴഞ്ഞെഴുഞ്ഞ് എത്തിയതാ. നമുക്കവിടെ സേഫ്റ്റി കൂടെ നോക്കണമല്ലേ? ഒരു റോഡും സേഫ്റ്റി. പിന്നെ വണ്ടി ഒതുങ്ങി നിൽക്കേണ്ട സ്ഥലം, വണ്ടി ഒതുങ്ങി നിൽക്കാനുള്ള സ്ഥലമില്ല. പിന്നെ സേഫ്റ്റിയും ഇല്ല. ഡീസൽ മോഷണം ആയിരിക്കും. പായ് മോഷ്ടിക്കൂ? ഓ, പായ്ക്ക് നല്ല വിലയുണ്ടല്ലോ. അത്ര ഇന്നലെ ബോധമില്ലാതെ ഉറക്കം വന്നോണ്ട് കൊതു പിടിച്ചെന്ന് പറഞ്ഞു. നമ്മളിവിടുന്ന് യാത്ര തുടങ്ങി സമയം ഏകദേശം 6:30 കഴിഞ്ഞു. ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് രാജപാളയം റൂട്ടിലാണ്. നമ്മളെ രാജപാളയം ചെങ്കോട്ട റൂട്ടില് കുട്രാലം തിരുനെൽവേലി കൊല്ലം എല്ലാം നേരെ റൈറ്റ് ഇറങ്ങി. ഓ, അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കണല്ലോ. അപ്പൊ നേരെ പോകണ്ടേ? നമുക്ക് നേരെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നല്ല റോഡ് തീർന്നല്ലേ? നല്ല റോഡ്. സമാധി സമാധി സമാധി.